ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനങ്ങളിലെ പ്രത്യേകിച്ചും കാറുകളിലെ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന കംപ്രസറുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നിരത്തിൽ സാധാരണ കാറുകളുമുണ്ട്, ലക്ഷറി വെഹിക്കിൾസും ഉണ്ട്. ഈ വണ്ടികളിലെല്ലാം തന്നെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസും ഉപയോഗിക്കുന്നുണ്ട്. ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലെല്ലാം തന്നെ കംപ്രസറുകളും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ വാഹനങ്ങളിലും ലക്ഷറി വെഹിക്കിൾസിലും ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ ടെക്നോളജിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് ഓട്ടോമൊബൈൽ രംഗത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കംപ്രസറുകളെ കുറിച്ചും ഒരു കാറിന്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തില് ഒരു കംപ്രസറിന്റെ പ്രാധാന്യം എന്താണ്, ഒരു കംപ്രസറിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നതിനെല്ലാം കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കറിയാം, ഇന്ന് വാഹനങ്ങളിൽ മാത്രമല്ല എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉപയോഗിച്ചു വരുന്നത്. വീടുകളിലും അതുപോലെ തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളിലായിക്കോട്ടെ, ഷോപ്പുകളിലെ ഫ്രീസറുകളിലായിക്കോട്ടെ, മറ്റു ഫ്രീസറുകളിലായിക്കോട്ടെ, എല്ലാം തന്നെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളിലും വീടുകളിലും ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലെല്ലാം ഉപയോഗിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളെ പൊതുവായിട്ട് പറയുന്ന പേര് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസ് എന്നാണ്. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ വേപ്പർ ഫോമിലായിട്ട് കാണപ്പെടുന്ന ഒരു റെഫ്രിജറന്റ് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് R134A എന്ന റെഫ്രിജറന്റ് ആണ്. ഈ ഒരു റെഫ്രിജറന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -26.3°C. ആ ഒരു റെഫ്രിജറന്റിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതെങ്ങനെയാണ് സിസ്റ്റത്തിനകത്ത് കൂളിംഗ് ഉണ്ടാക്കുന്നത്, അതുപോലെ ആ ഒരു റെഫ്രിജറന്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചെല്ലാമുള്ള ഒരു വീഡിയോ ഇതിനു മുന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടാതിരിക്കില്ല. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവാപറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ് തുടങ്ങിയവ. സിസ്റ്റത്തിലെ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിനെ കണ്ടൻസേഷന് വിധേയമാക്കിയിട്ട് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ ഇവാപറേറ്ററിൽ എത്തിച്ചുകൊണ്ട് ഇവാപറേഷന് വിധേയമാക്കിക്കൊണ്ട് വേപ്പർ ഫോമിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ഈ വേപ്പറിനെ വീണ്ടും കണ്ടൻസേഷന് വിധേയമാക്കിക്കൊണ്ട് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ഇതിനെ വീണ്ടും നമ്മൾ ഇവാപറേറ്ററിൽ എത്തിച്ചുകൊണ്ട് ഇവാപറേഷന് വിധേയമാക്കിയിട്ട് വേപ്പർ ഫോമിലേക്ക് ആക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് പ്രവർത്തനങ്ങളാണ്, ഒന്ന് ഇവാപറേഷനും മറ്റൊന്ന് കണ്ടൻസേഷനും. ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർവ് ചെയ്തുകൊണ്ട് വേപ്പർ ഫോമിലേക്കായിട്ട് മാറുന്നതിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇവാപറേഷൻ നടക്കുന്നത് ഇവാപറേറ്ററിലാണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ അബ്സോർവ് ചെയ്തുകൊണ്ട് വേപ്പർ ഫോമിലേക്കായി മാറിയിട്ടുള്ള ആ ഒരു റെഫ്രിജറന്റിനെ അബ്സോർവ് ചെയ്ത ഹീറ്റിനെ റിലീസ് ചെയ്തുകൊണ്ട് വേപ്പറിനെ ലിക്വിഡ് ഫോമിലേക്കായിട്ട് മാറ്റുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടൻസേഷൻ പ്രോസസ് നടക്കുന്നത് എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലെ കണ്ടൻസറുകളിലാണ്. ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് അതിന്റെ സറൌണ്ടിങ്ങിലുള്ള ഹീറ്റിനെ അബ്സോർവ് ചെയ്യും, ലേറ്റന്റ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷനെ അബ്സോർവ് ചെയ്യും. ഈ ഒരു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷനെ അബ്സോർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഫലമായിട്ട് സിസ്റ്റത്തിനകത്ത് തണുപ്പ് എന്ന അവസ്ഥ വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിൽ ലിക്വിഡിനെ വേപ്പറിലേക്ക് ആക്കുന്നതിലൂടെയാണ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് തണുപ്പ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, അപ്പോൾ ആ തണുപ്പ് അവിടെ ഒരു സൈക്കിളിൽ കൊണ്ടുവന്നാൽ പിന്നീട് ഇത് വേപ്പർ ഫോമിലേക്കായി പിന്നീട് വീണ്ടും ഈ ഒരു പ്രവർത്തനം തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് തണുപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വേപ്പറിനെ വീണ്ടും നമ്മൾ ലിക്വിഡിലേക്ക് ആക്കണം. എങ്കിൽ മാത്രമേ ലിക്വിഡിനെ വീണ്ടും നമുക്ക് വേപ്പറാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേപ്പറാക്കുമ്പോഴേ തണുപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പ്രവർത്തനം, അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബ്സോർവ് ചെയ്തുകൊണ്ട് ഇവാപറേറ്ററിനകത്ത് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് വേപ്പർ ഫോമിലേക്കായിട്ട് കൺവേർട്ടായി പിന്നീട് ഇവാപറേറ്ററിനകത്തൊന്നും പുറത്തോട്ട് വരുന്നത് വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റ് ആണ്. ഈ ഒരു വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആഗിരണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത് അബ്സോർവ് ചെയ്തിട്ടുള്ള ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ഇത് റിലീസ് ചെയ്യണം. ഈ ഒരു ഹീറ്റ് ഇതിൽ നിന്നും ഒഴിവാക്കണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിൽ നിന്നും ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കണ്ടൻസേഷന് വിധേയമാക്കണം.
റെഫ്രിജറന്റിനെ കണ്ടൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് വരുന്ന പാർട്സ് ആണ് കണ്ടൻസറുകൾ. ഈ കണ്ടൻസറുകളും നമ്മുടെ ഇവാപറേറ്റർ പോലെ, അല്ലെങ്കിൽ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്ന റേഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ ഇന്റർകൂളറുകൾ പോലെ അത്തരത്തിലുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് നമ്മുടെ കണ്ടൻസറുകളും. ധാരാളം ഫിൻസും ധാരാളം ട്യൂബ്സും അതിനിടയിലൂടെ റെഫ്രിജറന്റിന് കടന്നു പോകാനുള്ള ട്യൂബുകളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കണ്ടൻസർ. ഈ ഒരു കണ്ടൻസറിന്റെ പിറകിലായിട്ട് ഒരു കൂളിംഗ് ഫാനും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു കൂളിംഗ് ഫാന് കണ്ടൻസേഷൻ നടക്കേണ്ട സമയത്ത് കറങ്ങുകയും പുറത്തുനിന്നുള്ള എയറിനെ ഈ ഒരു കണ്ടൻസറിന്റെ ഫിൻസിന്റെ ഇടയിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ കണ്ടൻസറിന്റെ അകത്തുള്ള ട്യൂബിലൂടെ കടന്നു പോകുന്ന വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റിലെ ഹീറ്റ് എല്ലാം റിലീസ് ആവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറന്റ് ലിക്വിഡ് ഫോമിലേക്കായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് നല്ല ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾക്കൊരു കംപ്രസർ അത്യാവശ്യമാണ്. വളരെ ഉന്നതമായിട്ടുള്ള മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള നാനോ ട്യൂബുകളിലൂടെ നമ്മുടെ റെഫ്രിജറന്റിന് നല്ല രീതിയിൽ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യക്ഷമമായ രീതിയിൽ കണ്ടൻസേഷൻ പ്രോസസ്സും നടക്കുകയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിൽ ഉന്നത മർദ്ദം ചെലുത്തിയാൽ മാത്രമേ നമ്മുടെ എക്സ്പാൻഷൻ വാൾവ് വരെ നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു പ്രവർത്തനം ഇതിൽ നടത്താൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പ്രവർത്തനം എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളിലെല്ലാം തന്നെ എയർ കംപ്രസറുകൾ ഉപയോഗിച്ചു വരുന്നത്. മറ്റ് കംപ്രസറുകളെ പോലെ തന്നെ വോളിയം കുറച്ചുകൊണ്ട് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുകയാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കംപ്രസറുകളും ചെയ്യുന്നത്. ബാറ്ററി ടൈപ്പ് കംപ്രസറുകളും, സ്ക്രോൾ ടൈപ്പ് കംപ്രസറുകളും, സ്ക്രൂ ടൈപ്പ് കംപ്രസറുകളും, റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസറുകളും എല്ലാം തന്നെ നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഓട്ടോമൊബൈൽ പർപ്പസിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും കാറുകളിൽ ഉപയോഗിച്ചു വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസറുകളാണ്. പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ മെക്കാനിസത്തിലൂടെയാണ് ഈ ഒരു കംപ്രസറുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. കാറുകളിൽ ഇന്ന് ഉപയോഗിച്ചു വരുന്ന പ്രധാനപ്പെട്ട കംപ്രസറുകളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക്